ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MT's അക്കാഡമി സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് MT's 22ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷുഡ്. ഓക്കെ, ഷുഡിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഷുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഷുഡ് എന്നാണ് പലരുടെയും ധാരണ. ഓക്കെ, പക്ഷെ അതല്ല. ഷുഡ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസ് ചെയ്യുക. ഓക്കെ, ഉപദേശം കൊടുക്കുക. ഉപദേശ കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഉപദേശം ആർക്കും നൽകുക. ഓക്കെ, നീ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവരുത്. ഒക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുക. ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. MT's അക്കാഡമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാഡമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് MT's അക്കാഡമി. അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മസ്റ്റാണ് വരുന്നത്. അത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഷുഡാണ്. ഷുഡ് എന്ന് പറഞ്ഞാൽ നം എന്നാണ്. എന്താണ് നം? ഷുഡ് കം, വരണം. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. അപ്പോൾ വരണം എന്ന് പറയാൻ എന്താ പറയുക? ഷുഡ് കം, ഷുഡ് കം. ഓക്കെ, ദെൻ പോകുക എന്നുള്ളതിന് ഗോ എന്നാണ് പറയാം. അപ്പോൾ പോകണം എന്ന് എങ്ങനെ പറയാം? should go. ഷുഡ് ഗോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രാക്ടീസ് തന്നെ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് എങ്ങനെ പറയാം? should practice. പക്ഷേ ഈ ഷുഡ് പറയുമ്പോൾ നല്ലൊരു ടൈറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയാൻ ഷുഡ് പ്രാക്ടീസ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. എടുക്കണം എന്ന് പറയാൻ you should take. ഷുഡ് ടേക്ക്. സേ എന്ന് പറഞ്ഞാൽ പറയണം. പറയണം എന്ന് പറയാൻ should say. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയാൻ should wait. ഇൻഫോം എന്ന് പറഞ്ഞാൽ അറിയിക്കുക. ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ should inform. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അപ്പോൾ വിളിക്കണം എന്ന് പറയാൻ should call. ഇനി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നം എന്ന് പറയാൻ എന്താ പറയുക? ഷുഡ്. ഈസി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. നീ വരണം. you should come. നീ നാളെ നേരത്തെ വരണം കേട്ടോ. you should come early tomorrow. ഓക്കെ, നീ നന്നായി പ്രാക്ടീസ് ചെയ്യണം. you should practice very well. നീ എല്ലാ എപ്പിസോഡ്സും വാച്ച് ചെയ്യണം കേട്ടോ. You should watch all episodes. നീ നോട്ട്സുകളൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. റൈറ്റ് ഡൗൺ ദി നോട്ട്സ്. You should write down the notes. ഓക്കെ, ദെൻ നീ നന്നായി സംസാരിക്കണം കേട്ടോ. You should talk well. ഓക്കെ, ദെൻ നീ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം കേട്ടോ. You should answer all questions. നീ കുട്ടികളോട് പറയാണ്, നീ എന്നും കുളിക്കണം കേട്ടോ. You should take bath every day. 2 തവണ എല്ലാ ദിവസവും കുളിക്കണം. You should take bath twice a day. നീ പല്ലേക്കണം കേട്ടോ. You should brush your teeth. നേരത്തെ എണീക്കണം കേട്ടോ. You should wake up early. ഓക്കെ, നീ സ്കൂളിൽ പോകണം കേട്ടോ എന്നും. You should go to school every day. ഓക്കെ, ദെൻ നീ ടീച്ചർ പറയുന്നൊക്കെ കേൾക്കണം കേട്ടോ. You should listen to your teacher. ഇനി അച്ഛനും അമ്മേനൊക്കെ എന്ത് ചെയ്യണം? അനുസരിക്കണം കേട്ടോ. You should obey your parents. You should obey your parents. ഓക്കെ, നീ ഹോംവർക്കുകളൊക്കെ ചെയ്യണം കേട്ടോ. You should do your homework. ബുക്സുകളൊക്കെ കൊണ്ടുവരണം കേട്ടോ. You should bring all your books. ഇനി ടീച്ചേഴ്സ് പറയും, കുട്ടികളോട് പറയും, നീ ലഞ്ച് കൊണ്ടുവരണം കേട്ടോ. You should bring your lunch. ഓക്കെ, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈയൊക്കെ കഴുകണം കേട്ടോ. You should wash your hands before you eat. ഓക്കെ, നന്നായി ഡ്രസ്സ് ചെയ്യണം കേട്ടോ. You should dress well. നീ മുടിയൊക്കെ ചീകണം കേട്ടോ. You should comb your hair. ഓക്കെ, ദെൻ അപ്പോൾ കുട്ടികളോട് പറയാണ്. അപ്പോൾ ഇനി ഒരു മാനേജർ പറയാണ് ഒരാളോട്, പിന്നെ ഒപ്പം ജോലി ചെയ്യുന്ന ആളോട് പറയാണ്, പിന്നെ
നീ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. You should take care of all this. You should take care of all this. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ എന്നെ ഇൻഫോം ചെയ്യണം കേട്ടോ. You should inform if there is a problem. You should inform me if there is a problem. ഇനി നമ്മളെ വൈഫ് അവളെ വീട്ടിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പറയാണ് നീ വീട്ടിലെത്തി ഉടനെ വിളിക്കണം കേട്ടോ. You should call me once you reach home. You should call me when you reach home. അപ്പോൾ ഇനി പിന്നെ ഫീസ് അടക്കാത്തവരൊക്കെ ഉണ്ടാവും കോഴ്സിന് ജോയിൻ ചെയ്ത് ബാലൻസ് അടക്കാനുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ആ ബാലൻസ് ഒന്ന് അടക്കണം കേട്ടോ. You should pay the fees by next week. You should pay the fees by next week. ഓക്കെ, യു ഷുഡ് പേ ദി ബാലൻസ് ബൈ നെക്സ്റ്റ് വീക്ക്. Yeah. ഓക്കെ, ദെൻ നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. You should practice every day. You should practice every day. ഓക്കെ, നിങ്ങൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും പ്രാക്ടീസ് ചെയ്യണം. You should practice at least 1 hour every day. You should practice at least 1 hour a day. നീ ഇങ്ങനെ ചെയ്യണം. You should do this way. You should do it this way. യു ഷുഡ് ഡു ലൈക്ക് ദീസ് ഇങ്ങനെയൊക്കെ പറയും. യു ഷുഡ് ഡു ലൈക്ക് ദീസ്. ഇനി നമുക്കിത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയാലോ? ചെയ്യണോ? ഷുഡ് ഐ ഡു ഞാൻ ചെയ്യണോ? നമ്മൾ ചോദിക്കും ഞാൻ നാളെ വരണം. Should I come tomorrow? Should I come tomorrow? ഞാനിപ്പോൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നീ എപ്പോഴാണ് ഇറങ്ങുക? കുറച്ച് ലേറ്റ് ആവൂലേ? ഞാൻ വെയിറ്റ് ചെയ്യണം. Should I wait? Should I wait? ഷുഡ് ഐ വെയിറ്റ് ഫോർ യു? Yeah, should I wait for you? ദെൻ നാളെ ഇപ്പോൾ നമുക്ക് ഒരു 2 മണിക്ക് ഇറങ്ങിക്കൂടെ ഓഫീസിൽ നിന്ന്? നാളെ ഇപ്പോൾ ലഞ്ച് കൊണ്ടുവരണം. Should I bring lunch tomorrow? Should I bring lunch tomorrow? നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യണ ഒരു വിദ്യാർത്ഥി അപ്പോൾ ചോദിക്കുകയാണ്, അല്ല ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കണോ? Should I pay the whole fees when I join the course? Should I pay the whole fees when I join the course? ഓക്കെ, അല്ലെങ്കിൽ ഷുഡ് ഐ പേ ദി ഓൾ ഫീസ് ഇൻ ദി ടൈം ഓഫ് അഡ്മിഷൻ? ഷുഡ് ഐ പേ ദി whole amount at the time of admission. Okay, at the time of should I pay all the amount at the time of admission? Okay, ഞാൻ മാനേജർ ഇൻഫോം ചെയ്യണം. Should I inform the manager? Should I inform the manager? ഞാൻ ഇത് ക്യാരി ചെയ്യണം, ഇത് എടുക്കണം. Should I carry this? Should I carry this? ഇതൊക്കെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കണം. Should I take care of all this? Should I take care of all this? Then ഞാൻ എൻ്റെ ബില്ല് അടക്കണം. Should I pay your bill? Should I pay your bill? ഞാൻ നിങ്ങളെ കൂടെ വരണം. Should I come with you? Should I come with you? ഓക്കെ, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണോ? Should I support him? Should I support him? ഞാൻ അവനോട് ചോദിക്കണം. Should I ask him? Should I ask him? ഞാൻ അവനോട് ഇപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കണം. Should I ask him about this? Should I ask him about this? ഓക്കെ, ഇനി ചെയ്യരുത്, ദയവ് ചെയ്തിട്ട് ഈ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ യു ഷുഡിൻ ഡു എങ്ങനെ പറയാം? യു ഷുഡിൻ ഡു. ഓക്കെ, നീ അങ്ങോട്ട് പോകരുത് കേട്ടോ, കുട്ടികളോട് പറയാം. You should not go there. You shouldn't go there. നീ അങ്ങനെ പറയരുത്. You shouldn't say that. You shouldn't say that. നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ. You shouldn't do that way. You shouldn't do it that way. നീ ലൈറ്റായി വരരുത് കേട്ടോ. You shouldn't come late. You shouldn't come late. ഓക്കെ, നീ അവളെ ശല്യം ചെയ്യരുത് കേട്ടോ. You should not disturb her. You should not disturb her. നൈറ്റിൽ ഈ നമ്പറിൽ വിളിക്കരുത് കേട്ടോ. You shouldn't call me on this number in the night. You shouldn't call me on this number in the night. ഓക്കെ, ദെൻ അപ്പോൾ ചെയ്യണം, ചെയ്യണോ, ചെയ്യരുത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പാറ്റേൺ. ഞാൻ നാളെ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ Come tomorrow. കം ടുമോറോ? വെൻ ഷുഡ് ഐ കം ടുമോറോ? എങ്ങനെ പറയാം? വെൻ ഷുഡ് ഐ കം ടുമോറോ? നീ നാളെ 9 മണിക്ക് വരണം കേട്ടോ. എങ്ങനെ പറയാം? You should come at 9 tomorrow. You should come at 9 tomorrow. ഞാൻ നിന്നെ എവിടെ വെയിറ്റ് ചെയ്യേണ്ടത്? Where should I wait for you? Where should I wait for you? ഓക്കെ, നീ അവിടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. You should wait at the bus stop. You should wait at the bus stop. നീ വീട്ടിൽ വെയിറ്റ് ചെയ്യണം. You should wait at home. You should wait at home. ഓക്കെ, ഞാൻ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത്? How much should I pay? How much should I pay? ഓക്കെ, നീ ഒരു 10,000 പേ ചെയ്യണം. You should pay 10,000. You should pay 10,000. ഞാൻ അദ്ദേഹത്തോട് എന്താ പറയേണ്ടത്? What should I tell him or what should I say him? നീ ഒന്നും പറയണ്ട. You need not say anything. യു നീഡ് നോട്ട് സേ എനിത്തിങ്. ഞാനത് മാനേജ് ചെയ്തോളാം. I will manage it. ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഷുഡ് ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഒരു കാര്യം ചെയ്യണം. ഷുഡ്. ഓക്കെ, നൗ ഷുഡ് ഐ ചെയ്യണോ? ഷുഡിൻഡ് ചെയ്യരുത്. ഓക്കെ,
നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഞാൻ നാളെ വരണം. Should I come tomorrow? യെസ്, നീ നാളെ വരണം. യു ഷുഡ് കം ടുമോറോ. ഇല്ല, നാളെ വരേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. യു നീഡ് ഇൻ കം ടുമോറോ. ഞാൻ അങ്ങോട്ട് പോകണം. Should I go there? യെസ്, നീ അങ്ങോട്ട് പോകണം. യെസ്, യു ഷുഡ് ഗോ ദെയർ. നീ അങ്ങോട്ട് പോകരുത് കേട്ടോ. You shouldn't go there. ഓക്കെ, ദെൻ എന്താ ഞാൻ കൊണ്ടുവരേണ്ടത്? What should I bring? ഇനിയിപ്പോൾ ഗൾഫിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ വൈഫിനോട് ചോദിക്കുക, ഞാൻ എന്താ നിനക്ക് കൊണ്ടുവരേണ്ടത്? What should I bring for you? വാട്ട് ഷുഡ് ഐ Bring for you. നീ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരണം കേട്ടോ. You should bring some sweets. You should bring some sweets. ഓക്കെ, ഞാൻ നാളെ എത്ര രൂപ പേ ചെയ്യണം? How much should I pay tomorrow? How much should I pay tomorrow? നീ അറ്റ്ലീസ്റ്റ് ഒരു 10,000 എങ്കിലും പേ ചെയ്യണം. You should pay at least 10,000 tomorrow. You should pay at least 10,000 tomorrow. ഞാനിതിപ്പോൾ ആരെയാണ് അറിയിക്കണം? Whom should I inform this? Whom should I inform നീ this? എന്നെ ഇൻഫോം ചെയ്യണം. You should inform me. You should inform me. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയുടെ ആക്ടിവിറ്റീസ് 3 സെൻറ്റൻസുകളാണ്. നിങ്ങൾ ആക്ടിവിറ്റീസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് 3 സെൻറ്റൻസുകളാണ്. ഞാൻ നാളെ വരണോ? ഞാൻ എൻ്റെ ബില്ല് പേ ചെയ്യണോ? ഞാൻ എൻ്റെ ബില്ല് പേ ചെയ്യണോ? ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യണോ? ഓക്കെ, ഈ 3 സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളായിട്ട് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ പുതിയ ഒരു ആശയവുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും Keep watching and keep sharing. താങ്ക് യു സോ മച്ച്. Bye. MT's Academy.